തെരുവുനായ്ക്കളുടെ ശല്യം കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. ദിവസവും പത്രം തുറന്നാൽ നമുക്ക് കാണുന്ന വാർത്ത പട്ടിയുടെ കടിയേറ്റ ആളുകളെക്കുറിച്ചുള്ള വാർത്തകളാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും കടിയേൽക്കുന്നത്. സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നായകൾ ഓടിച്ചിട്ട് കടിച്ചു, അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരെ കടിച്ചു. ഇങ്ങനെ സാധാരണക്കാരായ ആളുകളെ പട്ടി കടിക്കാത്ത ഒരൊറ്റ ദിവസം കേരളത്തിൽ അടുത്ത കാലത്ത് കടന്നുപോയിട്ടില്ല. ഇപ്പോൾ വന്ന് പട്ടി കടിച്ചു എന്ന് പറഞ്ഞ് സ്ഥിരം ഒരു പങ്ക്തിയാക്കി മാറ്റിയാൽ പോലും തെറ്റില്ല എന്ന സ്ഥിതിയിലാണ് പോകുന്നത്. പക്ഷേ ഈ നായ്ക്കൾ നടന്ന് നെടുക കടിക്കുമ്പോൾ അതിനെതിരെ ആർക്കും ഒന്ന് ശബ്ദിക്കാൻ പോലും നമ്മുടെ മഹാഭാരതത്തിൽ അവകാശമില്ല എന്നാണ് പറയുന്നത്. കാരണം പട്ടിയെ തൊട്ടാൽ തൊട്ടോയെ തട്ടും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ശ്വാനപ്രേമികളും അവരുടെ അഭിഭാഷകനായ കപിൽ സിബലും. എത്ര ദയനീയമായൊരു സ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. ദിനം പ്രതി നായകളെ കടിച്ച വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഏതെങ്കിലും ജഡ്ജിയെ കടിച്ചു എന്ന് നമ്മുടെ പത്രത്തിൽ വാർത്ത കാണാറുണ്ടോ? അടുത്ത സമയത്ത് കുറച്ചു കാലം മുമ്പ് പത്തനംതിട്ട ഒരു മജിസ്ട്രേറ്റിനെ പട്ടി കടിച്ചു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നത് ഒഴിച്ചാൽ ജഡ്ജിമാരെ ആരും പട്ടി കടിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. MLA-മാരെ പട്ടി കടിച്ചായിട്ട് കേട്ടിട്ടില്ല. MP-മാരെ പട്ടി കടിച്ചായിട്ട് കേട്ടിട്ടില്ല. മന്ത്രിമാരെ പട്ടി കടിച്ചായിട്ട് കേട്ടിട്ടില്ല. ഉന്നതന്മാരായ ഒരു ഉദ്യോഗസ്ഥന്മാരെയും പട്ടി കടിച്ചായിട്ട് കേട്ടിട്ടില്ല. എന്താ കാരണം? അവരെ വളരെ സുഖസൗകര്യത്തോടെ പ്രൗഢിയോടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. പട്ടി അവർക്ക് അപ്രാപ്യരാണ്, അതുകൊണ്ടാണ് കടിക്കാത്തത്. പട്ടിക്ക് അപ്രാപ്യമായൊരു മേഖലയിലാണ് ഈ മഹാത്മാക്കളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടി കടിച്ച് പരിക്കേറ്റ് ആശുപത്രിയിലാകുന്ന സാധാരണക്കാരൻ്റെ കാര്യത്തിൽ ഇവർക്കെന്താണ് താല്പര്യം? ഒരു താല്പര്യവുമില്ല. കേരളത്തിൽ 2 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്, പട്ടി കടിച്ച് മരിച്ചത്. എന്താ ഈ പട്ടിക്ക് ഇത്ര വലിയ പ്രത്യേകത? പട്ടി വംശനാശം നേരിടുന്ന അപൂർവ ജീവികളിലെ പെട്ടതാണോ ഈ പട്ടി? ആടിനും കോഴിക്കും പൂച്ചയ്ക്കും പശുവിനും ഒന്നുമില്ലാത്ത പ്രത്യേക Z കാറ്റഗറി സെക്യൂരിറ്റി ഈ പട്ടികൾക്ക് വേണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണ്? ഇവിടെ പട്ടികൾക്ക് വേണ്ടി ഒരു കൃത്യമായ ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. സുപ്രീം കോടതി ഈ കാര്യം പരിഗണിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ നവംബറിൽ സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. നായകളെ ഷെൽട്ടറിൽ അടയ്ക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അതിനെതിരെയാണ് ശ്വാനപ്രേമികൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞാൽ ഷെൽട്ടറിൽ അടച്ചാൽ പട്ടികൾ തമ്മിൽ കടികൂടും, അതുപോലെ തന്നെ പട്ടികൾക്ക് ആഹാരം കൊടുക്കണം. ശ്വാനപ്രേമികൾക്ക് ഇത്ര താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ആഹാരം കൊടുത്താൽ പോരെ. കപിൽ സിബലിനെ പോലെ മണിക്കൂറിന് കോടികൾ വാങ്ങുന്ന ഒരു അഭിഭാഷകനെ വെച്ച് കേസ് നടത്താൻ കഴിയുമെങ്കിൽ ശ്വാനപ്രേമികൾക്ക് പട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നതിനുള്ള കുഴപ്പം എന്താണ്? ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. പട്ടികളെ സംരക്ഷിക്കാൻ ഏതോ ഒരു ലോബി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ പരമാവധി ദിനം പ്രതി പട്ടികൾ കടിക്കണമെന്നും അങ്ങനെ കടിയേറ്റ ആളുകൾ ആശുപത്രിയിൽ എത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ലോബി കേരളത്തിലുണ്ട്. അതിന് സംശയിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ആർക്കാണ് പട്ടികളും മനുഷ്യനെ കടിക്കണം എന്ന ആഗ്രഹം വരുന്നത്? വളരെ വ്യക്തമല്ലേ ഉത്തരം? ആൻറ്റി റാബിസ് വാക്സിൻ നിർമ്മാതാക്കൾക്കാണ് പട്ടികളെ കടിക്കണം എന്നാഗ്രഹിക്കുന്നത്. കാരണം പണ്ട് ആൻറ്റി റാബിസ് വാക്സിൻ ഉണ്ടായിരുന്നെങ്കിലും പട്ടി കടിക്കുന്നത് വളരെ അപൂർവമായതുകൊണ്ട് ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലെ പഞ്ചായത്തിൽ നിന്ന് പട്ടികപ്പെടുത്തക്കാരെ വിടുമായിരുന്നു. അവരെ തെരുവിൽ അലയുന്ന പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ പട്ടിയുടെ കഴുത്തിൽ ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇട്ട ഒരു പട്ടിയെ തെരുവിൽ കണ്ടാൽ പോലും അവർ അതിനെ തൊടുമായിരുന്നില്ല. കാരണം അത് ഏതെങ്കിലും വീട്ടിൽ വളർത്തുന്നതാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ട്. തെരുവിൽ അലഞ്ഞു തിരിയുന്ന പട്ടികളെ അവർ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുമായിരുന്നു. ഇതിനെങ്കിൽ ആടിനെയും കോഴിയെയും പശുവിനെയും ഒക്കെ കൊല്ലാമെങ്കിൽ പട്ടിയെ കൊന്നുകളയുന്നതിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത? അപ്പം എന്താണ് പട്ടി ഒരു VVIP ആക്കി നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ, പട്ടി കടിച്ചാൽ പേവിഷമുണ്ടാകും. പേവിഷത്തിന് പ്രതിരോധമായി ആൻറ്റി റാബിസ് വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ ലാഭം കൊയ്യുന്നത്, കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്യുന്നത് ഈ വാക്സിൻ വിറ്റാണ്. പട്ടി ആരെയും കടിക്കുന്നില്ലെങ്കിൽ വാക്സിൻ ആരാണ് വാങ്ങിക്കാൻ പോകുന്നത്? അപ്പം ആൻറ്റി റാബിസ് വാക്സിന് ഇവിടെ വിറ്റഴിക്കണമെന്നും അതിന് കിട്ടുന്ന ലാഭം ഒരു ഭാഗം അവർ കമ്മീഷനായി ആർക്കൊക്കെയോ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. അവരാരൊക്കെയാണെന്നുള്ള കാര്യം ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കേണ്ടതാണ്. നമുക്ക് പണ്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് വംശനാശം വന്നു. ഇപ്പോൾ ടിപ്പ് വാങ്ങിക്കുന്ന ജേർണലിസ്റ്റുകളേ ഉള്ളൂ. ആരുടെ നിന്നും ടിപ്പ് വാങ്ങിക്കും. ആൻറ്റി റാബിസ് വാക്സിൻ കൊടുത്താൽ അവരുടെ നിന്ന് വാങ്ങിക്കും, രാജ്യദ്രോഹികൾ കൊടുത്താൽ അവരുടെ നിന്ന് വാങ്ങിക്കും, ISI ഏജൻറ്റ് കൊടുത്താൽ അവരുടെ നിന്ന് വാങ്ങിക്കും, തീവ്രവാദി കൊടുത്താൽ അവരുടെ നിന്ന് വാങ്ങിക്കും. അവർ ഈ ടിപ്പ് വാങ്ങിച്ച് ജീവിക്കുന്ന
പത്രപ്രവർത്തകരും വല്ല ഫണ്ടും വാങ്ങിച്ച് പത്രപ്രവർത്തനം നടത്തുന്ന പത്രാധിപന്മാരുമാണ് സമകാലിക കേരളത്തിലുള്ളത്. അവരിൽ നിന്നും നമുക്കിതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആൻറ്റി റാബിസ് വാക്സിൻ വിൽക്കുന്ന നിർമ്മാതാക്കൾക്ക് കൃത്യമായി താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ആരൊക്കെയോ ചിലർ ശക്തമായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവര് ഈ നായസ്നേഹികൾ ലക്ഷങ്ങളാണ് കപിൽ സിബൽ ഒരു മണിക്കൂർ വാദത്തിനായിട്ട് വാങ്ങിക്കുന്നത്. അദ്ദേഹത്തെ ഈ പട്ടികൾക്ക് വേണ്ടി വാദിക്കാൻ എങ്ങനെ നിയോഗിച്ചു? ആരാണ് അദ്ദേഹത്തിന് വക്കീൽ ഫീസ് കൊടുത്തത്? എത്ര രൂപ കൊടുത്തു? അദ്ദേഹം സ്ഥിരമായൊരു ഫീസുണ്ട്. ആ ഫീസ് ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇനിയും സൗജന്യമായിട്ടാണ് കപിൽ സിബൽ വാദിച്ചതെങ്കിൽ മനുഷ്യരോടില്ലാത്ത ഒരു പ്രത്യേക സ്നേഹം കപിൽ സിബലിന് എങ്ങനെ നായകളോട് തോന്നി? നായകൾക്ക് വേണ്ടി സൗജന്യമായി വാദിക്കാൻ കപിൽ സിബലിനെ പ്രേരിപ്പിച്ച വികാരം എന്താണ്? ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പല പകൽമാന്യന്മാരും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ജീവിതത്തെ ഒറ്റുകൊടുത്ത് കച്ചവടം ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്നുണ്ട്. അതിലൊരു വിഭാഗം ആളുകളാണ് ഈ ആൻറ്റി റാബിസ് വാക്സിൻ്റെ വാക്സിൻ മാനുഫാക്ചറേഴ്സിൻ്റെ നിർമ്മാതാക്കളുടെ കമ്മീഷൻ വാങ്ങിച്ച് ഇവിടെ ജീവിക്കുന്ന ആളുകൾ. അവരെയാണ് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത്. അവരുടെ ഏജന്റുമാരെ തിരിച്ചറിയുക മാത്രമല്ല, അവരെ കൃത്യമായി സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും അവരെ ജനകീയ വിചാരണയ്ക്ക് വിധേയരാക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ നായയുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇപ്പോഴേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചു, നായകൾക്ക് കൗൺസിൽ കൊടുത്താൽ എന്താ? നായകളോട് പറഞ്ഞു നോക്കാം, കടിക്കരുതെന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അത് പരിഹാസ രൂപേണയാണ് കോടതി പറഞ്ഞത്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഇത് പരിഹാസത്തോടെ കാണേണ്ട ഒരു വിഷയമല്ല, വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ധീരമായി തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. അതിനാവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട നിമിഷമാണ്. ഇത് കാരണം സാധാരണക്കാരൻ്റെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ്. പട്ടികൾക്ക് കൗൺസിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കോടതി പറയുകയുണ്ടായി. പട്ടികളോട് പറഞ്ഞു നോക്കണമെന്ന് പറയുകയുണ്ടായി. ഇത് പരിഹാസ രൂപേണയാണ് കോടതി പറഞ്ഞതെങ്കിലും ഇത് പരിഹാസത്തിൽ കാണേണ്ട ഒരു വിഷയമല്ല, തമാശ കാണേണ്ട ഒരു വിഷയമല്ല. മറിച്ച് ഇതിന് ഉപരിയായി ഇതിന് ചില പ്രത്യേക മാനങ്ങളുണ്ട്. കടിയേക്കുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചിത്രം നമ്മളൊന്ന് കാണണ്ടേ? ഒരു പട്ടിയുടെ കടിയേറ്റ് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊന്ന് കാണണ്ടേ? അത് കണ്ണു തുറന്ന് കണ്ടേ മതിയാവൂ. ഒരു പറ്റം ശാനപ്രേമികൾക്ക് വേണ്ടി ഒരു രാജ്യത്തെ ജനങ്ങളെ പട്ടികളുടെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കുന്നത് സംസ്കാരമുള്ള ഒരു സമൂഹത്തിന് ഒരിക്കലും യോജിച്ച കാര്യമല്ല. പട്ടികളെ വളർത്താൻ ആർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് പ്രത്യേകം പട്ടികളെ വളർത്തണം. തെരുവിൽ അലയുന്ന പട്ടികളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ കൈകാര്യം ചെയ്യണം. ഷെൽട്ടറിൽ അടക്കണമെങ്കിൽ ഷെൽട്ടറിൽ അടയ്ക്കണം. അതല്ലെങ്കിൽ പട്ടി ഇറച്ചിക്ക് ഡിമാൻഡുള്ള കൊറിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം. ഇവിടെ നമുക്ക് കാളയുടെ ഇറച്ചിയും പോത്തിൻ്റെ ഇറച്ചിയും ഒക്കെ നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് പട്ടിയുടെ ഇറച്ചി നമുക്ക് കയറ്റുമതി ചെയ്തുകൂടാ? പട്ടി എന്തായാലും ഒരു ദിവ്യ ജീവിയോ വലുതുമാണ്, വംശനാശം നേരിടുന്ന ജീവിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് ഗൗരവമായി ചിന്തിക്കാത്തതിൻ്റെ പ്രശ്നം അത് ഇന്ത്യയിലെ സാധാരണക്കാരനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ്. ദന്തഗോപുരങ്ങളിലിരിക്കുന്ന നമ്മുടെ നിയമസഭാ സാമാജികന്മാർക്കോ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർക്കോ നീതിപാലകന്മാർക്കോ ന്യായാധിപന്മാർക്കോ ഇതൊരു പ്രശ്നമായിട്ട് തോന്നാൻ കഴിയാത്തതിൻ്റെ കാരണം അവരിതിൻ്റെ ദുര്യോഗം അറിയാത്തത് കൊണ്ടാണ്. ദയവായിട്ട് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെടുക മാത്രമല്ല ശക്തമായ നടപടിയെടുക്കുകയും ശ്വാനന്മാർക്ക് നിൽക്കുന്ന പട്ടികൾക്ക് വേണ്ടി വിലപേശുന്ന ആളുകളുടെ വരുമാന സ്രോതസ് ദയവായിട്ട് കോടതി അന്വേഷിക്കാൻ ഉത്തരവിടണം. ആരാണ് ഇവരെ പ്രേരിപ്പിക്കുന്നത്? എന്താണ് ഇവരുടെ താല്പര്യം? അത് പട്ടിയോടുള്ള അല്ലെങ്കിൽ നായയോടുള്ള സ്നേഹമല്ല. അതിന് പിന്നിൽ എന്തെങ്കിലും സാമ്പത്തികമായ താല്പര്യങ്ങൾ ഇവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇവരെ ആരൊക്കെയാണ് സ്പോൺസർ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ പൊതുസമൂഹത്തിന് അറിയേണ്ടത്. ദയവായിട്ട് ഇക്കാര്യത്തിൽ കോടതി ഇടപെടണം. ഈ സമൂഹത്തോട് ആത്മാർത്ഥതയുള്ള പത്രക്കാരൻ ഏതെങ്കിലും ഒരുത്തൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കിടപെടാം. ദൃശ്യമാധ്യമങ്ങൾക്കിടപെടാം. നമ്മുടെ സാംസ്കാരിക നായകന്മാർ എന്ന് പറഞ്ഞ് കൊണ്ട് കുറേ ആളുകളുണ്ടായിരുന്നു. അവരിപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അവർക്കൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത് പൊതുസമൂഹത്തിൻ്റെ അജണ്ടയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.